മറ്റു വാർത്തയിലേക്ക് പിലാത്തറയിലെ കാർ കവർച്ചയിൽ സ്വർണം പൊട്ടിക്കൽ സംഘമെന്ന് സംശയിക്കുന്നു. കാറിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 കിട്ടി. അക്രമി സംഘം മഹാരാഷ്ട്ര സ്വദേശികളുടെ കാറിനൊപ്പം സഞ്ചരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. 1/2 കോടിയിലധികം രൂപയുടെ സ്വർണ്ണമാണ് നഷ്ടമായിരിക്കുന്നത്. സീറ്റ്നടിയിലെ രഹസ്യ അറയിൽ സൂക്ഷിച്ച 55 ലക്ഷം നഷ്ടമായതായി കാറിന്റെ ഉടമ അശോക് യശ്വന്തും വ്യക്തമാക്കി. കെ വി ബൈജു വിവരങ്ങളുമായി ചേരും. ബൈജു, വിവരങ്ങൾ ഇപ്പോൾ ഈ സ്വർണം പൊട്ടിക്കൽ സംഘത്തിലേക്ക് അന്വേഷണം വ്യാപിക്കുകയാണോ? രഞ്ജിത്തെ, തീർച്ചയായും ഈ കേസിൽ നിർണായക തെളിവാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. അതായത് ഇവർ സഞ്ചരിച്ചിരുന്ന കാറിനെ പിന്തുടരുന്ന ഈ അക്രമി സംഘത്തിന്റെ ദൃശ്യം വളരെ നിർണായകമാണ് ഈ കേസിൽ. എന്തായാലും ഈ പരാതി 25 ഗ്രാം സ്വർണം നഷ്ടപ്പെട്ടു എന്നാണ്. പക്ഷെ അതല്ല, 55 ലക്ഷം രൂപ ഈ കാറിൽ നിന്നും കൊള്ളയടിച്ചിട്ടുണ്ടെന്നിപ്പോൾ ഉടമ വ്യക്തമാക്കുന്നു. അത്തരത്തിലുള്ള മൊഴിയാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഈ കേസിൽ തുടക്കത്തിൽ തന്നെ സംശയമുണ്ടായിരുന്നു. വലിയ തോതിൽ പണം ഈ കാറിൽ ഉണ്ടായിരുന്നു. അത് കൊള്ളയടിക്കാനാണ് ഈ സംഘം എത്തിയത്. ഏതായാലും അതിപ്പോൾ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നു. 55 ലക്ഷം രൂപ ഈ കാറിന്റെ സീറ്റിനടിയിൽ പ്രത്യേക അറയിലായി ഒളിപ്പിച്ചു വെച്ച ആ പണമാണ് ഇപ്പോൾ കൊള്ളയടിച്ചിരിക്കുന്ന വിവരമാണ് വരുന്നത്. ഏതായാലും കേരളത്തിൽ നിന്നുള്ള സംഘം തന്നെയാണ്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വർണം പൊട്ടിക്കൽ സംഘമാണ് ഈ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തതും നടപ്പിലാക്കിയതും. അത് കണ്ണൂരും മലപ്പുറവുമുള്ള സംഘങ്ങളാണെന്ന ഒരു സംശയം പോലീസിലുണ്ട്. ഏതായാലും വളരെ നിർണായകമായ ദൃശ്യമാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. ഈ കാറിനെ പിന്തുടരുന്ന, അതായത് പുലർച്ചെ 5 മണിക്കും 6 മണിക്കും ഇടയിൽ ഈ സംഭവം നടക്കുന്നതിന് തൊട്ട് മുൻപ് ഈ കാറിനെ പിന്തുടരുന്ന ഇവരുടെ ദൃശ്യങ്ങളാണ്. അതായത് 2 ഇന്നോവ വാഹനങ്ങളിലെത്തിയ 6ഓളം പേർ ഈ കൃത്യം നിർവഹിച്ചെന്നാണ് ഇയാളുടെ മൊഴി. അത് സ്ഥിരീകരിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട വിവരം പോലീസിന് ലഭിച്ചിരിക്കുന്നതും ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 55 ലക്ഷം രൂപ ഈ വാഹനത്തിനകത്ത് ഉണ്ടായിരുന്നു എന്നാണ്. മഹാരാഷ്ട്രയിലെ സാംഗ്ലിയിൽ നിന്നും തലശ്ശേരിയിലേക്കാണ് ഈ പണം കൊണ്ടുവരുന്നുണ്ടായത്. അതിനിടയിലാണ് ഇത്തരത്തിൽ കൃത്യമായ ആസൂത്രണത്തോടു കൂടി ഒരു കവർച്ച നടന്നതെന്ന വിവരവും കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും കൂടുതൽ അന്വേഷണം ഇതിൽ പോലീസ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം ഈ അശോക് എന്ന് പറയുന്ന ഇതിന്റെ ഉടമയാണ് ഈ പണം കൊടുത്തേച്ചെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഇവർ ഒരുമിച്ചായിരുന്നു മഹാരാഷ്ട്രയിലേക്ക് പോയിരുന്നത്. തിരിച്ചു വരുമ്പോൾ കാറിന്റെ ഉടമ ബസ്സിൽ നാട്ടിലേക്ക് വരികയായിരുന്നു. ഇവർ സംഘം 5 പേരടങ്ങുന്ന സംഘം കാറിലും എത്തുകയായിരുന്നു. അങ്ങനെ എടാട്ടെത്തുമ്പോഴാണ് ഇങ്ങനെ ഈ രീതിയിൽ ഇന്നോവ വാഹനത്തിൽ പിന്തുടർന്ന് ഈ കാറ് തട്ടിക്കൊണ്ടുപോയി വിജനമായ ഒരു സ്ഥലത്ത് നിന്നും ഇത്തരത്തിൽ ഇതിൽ കൃത്യമായ ഇത് മനസ്സിലാക്കിയ ആളാണ് ഈ കൃത്യം, അല്ലെങ്കിൽ സംഘമാണ് ഈ കൃത്യം നടത്തിയെന്നാണ് പറയുന്നത്. കൃത്യമായ ദൃശ്യങ്ങൾ കൂടി പോലീസിന് കിട്ടിയ പശ്ചാത്തലത്തിലാണ് അന്വേഷണം വ്യാപകമാക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കെ വി ബൈജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.